സ്കൈലൈറ്റ് ചാപ്പൽ. ഇവിടെ ഒരു ചാപ്പലും ഉണ്ട് കേട്ടോ. അതെ, ഇത് വന്ന് എക്സ്പ്ലോർ ചെയ്തില്ല. മാസൊക്കെ ഉണ്ട്. നമസ്കാരം, എല്ലാവർക്കും എക്സിക്യൂട്ടീവ് മലയാളി എന്ന ചാനലിലേക്ക് സ്വാഗതം. എനിക്കിന്ന് നിങ്ങളോടെല്ലാം പറയാനുള്ളത് സബ്സ്ക്രൈബ് അടിക്കണം, എല്ലാവരും സബ്സ്ക്രൈബ് അടിക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു? റോയൽ കരീബിയൻ്റെ വോയേജർ ഓഫ് ദ സീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷിപ്പിനുള്ളിലെ 3-ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ കോസ്മെൽ മെക്സിക്കോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐലൻഡിൽ വന്നു. അതിനുശേഷം ഇവിടെയെല്ലാം എക്സ്പ്ലോർ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് ഷിപ്പിലേക്ക് പോകാം. തിരിച്ച് ഷിപ്പിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മളിപ്പം. അല്ല, ഇതാണ് ക്രൂസ് ടെർമിനൽ. ഈ റൈറ്റ് സൈഡിൽ ഇവിടെ കാണുന്നതാണ് ക്രൂസ് ടെർമിനൽ. നമ്മുടെയൊക്കെ എയർപോർട്ട് പോലെയും ട്രെയിൻ സ്റ്റേഷൻ പോലെയും ക്രൂസുകൾക്കും ടെർമിനലുണ്ട്. അതുപോലെ ഒരു ടെർമിനലാണ് ഈ കാണുന്നത്. ഈ ഒരു ക്രൂസ് ടെർമിനലിൻ്റെ അകത്തേക്ക് സെക്യൂരിറ്റി ഒക്കെ കയറി കഴിയുമ്പോഴത്തേക്കിന് ഇവിടെ മെക്സിക്കോയിലെ തന്നെ കുറേ സംഭവങ്ങൾ മേടിക്കാനും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ സുവനിയേഴ്സും തുണികളും ബാഗുകളും അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ഈ ഒരു വഴിയിലൂടെ നമ്മുടെ ഷിപ്പിൻ്റെ അടുത്തേക്ക് പോകാം. നമ്മുടെ ഷിപ്പ് അവിടെ കിടപ്പുണ്ട്, കണ്ടോ, 2 എണ്ണം കിടക്കുന്നത്. അതിൽ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഇച്ചിരി വലിയ ഷിപ്പാണ് നമ്മുടേത്. അപ്പോൾ അവിടേക്ക് നമ്മൾ പയ്യെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്രൂസിനകത്തെ ലഞ്ച് ടൈമാണ്. അപ്പോൾ നമുക്ക് നേരെ പോയി ലഞ്ച് കഴിക്കാം ആദ്യം തന്നെ. അതിനുശേഷം ഷിപ്പ് എക്സ്പ്ലോർ ചെയ്യാം. കുറേയൊക്കെ നമ്മൾ ആദ്യത്തെ 2-3 വീഡിയോസിലൊക്കെ ചെയ്തിരുന്നു. ഇനിയും കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഈ ഒരു ഷിപ്പിനുള്ളിലെ കാഴ്ചകൾ. ഷിപ്പിൻ്റെ ബാക്ക് വ്യൂ ആയത്. അവിടെ ഇരുന്നാണ് നമ്മൾ നമ്മുടെ ഫുഡ് കഴിക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. വേറൊരു ഷിപ്പായത്. ആ ഷിപ്പിൻ്റെ 2ൻ്റെ നടുക്കൂടെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം അഡ്വർടൈസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. റോയൽ കരീബിയൻ ഇൻ്റർനാഷണൽ, റോയൽ കരീബിയൻ്റെ വോയേജർ ഓഫ് ദ സീസിൻ്റെ 5-day ക്രൂസാണ് നമ്മൾ ചെയ്യുന്നത്. തൊട്ടിപ്പുറം നോക്കിയാൽ റേഡിയൻസ് ഓഫ് ദ സീസ് കാണാം. ഇതും റോയൽ കരീബിയൻ്റെ തന്നെ ഒരു ഷിപ്പാണ്, റേഡിയൻസ് ഓഫ് ദ സീസ്. ഇതിനെല്ലാം വ്യത്യസ്തങ്ങളായ സെറ്റ് സ്റ്റൈലും ഇതിൻ്റെ മുറികളും ഇതിൻ്റെ ആർക്കിടെക്ചറും എല്ലാം വ്യത്യാസം കാണും. എങ്കിലും റോയൽ കരീബിയൻ്റെ ഷിപ്പുകളിലെല്ലാം ഏകദേശം സെയിം ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളും അവരുടെ ഫുഡ് രീതികളും ഒക്കെ സെയിം ആയിരിക്കും. തിരിച്ച് നമ്മൾ ഷിപ്പിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇന്ന് ലഞ്ചിൽ നമ്മളധികം വീഡിയോസൊന്നും ചെയ്യുന്നില്ല. നമ്മളിവിടെ കോസ്മേലിൽ ഇറങ്ങി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ലഞ്ച് കഴിക്കാൻ ഷിപ്പയിൽ വന്നു. ലഞ്ച് ക്ലോസ് ചെയ്യുന്നതിന് കറക്റ്റ് ഏകദേശം മുമ്പ് വന്നു. കണ്ടില്ലേ അമ്മ എന്തൊക്കെയാണ് കഴിക്കുന്നത്? ക്യാൻലോപ്പ് കിട്ടിയോ? നല്ലതാണോ? റൈസ് ഉണ്ട്, പാസ്ത ഉണ്ട്, ഇതെല്ലാം സെയിം ആണ്. ഞാനും ഏകദേശം സെയിം ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ് എടുത്ത്. തന്തൂരി ചിക്കൻ പുതിയതായിട്ടുണ്ട്. പിന്നെ ബീഫ് സ്റ്റൂവോ അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളി. ഇന്ന് ഡേ 3. ഇന്ന് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ലഞ്ച് കഴിഞ്ഞ് നോക്കാം. നേരത്തെ നിന്ന് നമ്മൾ കൈ ചൂണ്ടിയ സ്ഥലമാണ് കഴിച്ചിട്ടുണ്ടാത്. അവിടെ നിന്ന്, അതായത് നമ്മൾ ഷിപ്പിൽ നിന്ന് ഇവിടുന്ന് ഓഫ് ബോർഡ് ചെയ്തതിന് ശേഷം അവിടെ ഇറങ്ങി ആ വഴി പോയി അവിടെ എല്ലാം കുറച്ച് ചുറ്റി അങ്ങോട്ട് ചുറ്റി കറങ്ങി, അവിടെയും കുറച്ച് ചുറ്റി കറങ്ങി, എന്നിട്ട് നമ്മൾ തിരിച്ച് ഷിപ്പിൽ കയറി. ഉണ്ടോ, അതൊരു ഹോട്ടലാണ് ആ കാണുന്നത്. പിടിച്ചോളാം. അപ്പോൾ ഇത് വരുന്നത് റോയൽ കരീബിയൻ്റെ കോഫിയുടെ ഒരു കാർഡാണ്. ഈ കാർഡ് നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം സ്പെഷ്യാലിറ്റി കോഫികൾ മേടിക്കാനായിട്ട്. അതായത് സാധാരണ കാപ്പി കോംപ്ലിമെൻ്ററി ആയിട്ട് ഷിപ്പിലുണ്ട്. സ്പെഷ്യാലിറ്റി കാപ്പികൾ എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാർഡ് ഉപയോഗിച്ച് ഈ ഒരു കാഫേ ഒന്ന് മേടിക്കാം. ഐസ്ക്രീം നമ്മൾ മേടിക്കാനായിട്ട് വന്നതാണ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. ആക്ച്വലി വലിയ എക്സ്പെൻസീവ് അല്ല. ഒരു ക്രൂസിൽ കൊടുക്കുന്ന ഐസ്ക്രീം 3 സ്കൂപ്പിന് $5.75, 2 സ്കൂപ്പാണെങ്കിൽ $4.50, 1 സ്കൂപ്പാണെങ്കിൽ $3 അതുപോലെ അത് ബൗളിലുണ്ട്. അതുപോലെ ഈ ഒരു സംഭവത്തിൽ കൊടുക്കും, കോണിൽ. പിന്നെ അതിൻ്റെ ഫ്ലേവേഴ്സും കാര്യങ്ങളും ഇവിടെ കാണാം. അതുപോലെ ഇവിടെ തന്നെയാണ് കോഫി മേടിക്കുന്നത്. സ്റ്റാർബക്സിൻ്റെ ആ ഒരു കോഫി അവിടെ നമുക്ക് കാണാം. എടി ഐസ്ക്രീം കിട്ടിയോടാ? എടി കാണിച്ചേ. എടി ഇത് എന്താണത്? നീ സ്കൂളിൽ പോകുന്നില്ലേ? എന്നെ പ്രീ സ്കൂളിൽ വിടാൻ പോവാ.
എങ്ങനെയുണ്ട്? ഐസ്ക്രീം നല്ലതായിരിക്കും. ഇതിന് എന്നാ വിലയാണ് ഇങ്ങനെ? പൈസ പറയുമോ? 5. ഇത് പിസ്സയ്ക്കുള്ള ലൈനാണ്. നമ്മൾ കോസമേൽ മെക്സിക്കോ വിടുകയാണ്. പോർട്ടിൽ നിന്ന് ഷിപ്പ് മൂവ് ചെയ്ത് തുടങ്ങി. ഇന്ന് രാവിലെ കോസ്മേൽ മെക്സിക്കോയിൽ വന്ന് ഇവിടെ കുറേ എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചു നമുക്ക്. അതിനുശേഷം തിരിച്ച് ഷിപ്പിൽ വന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഐസ്ക്രീമും കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം സ്വിമ്മിംഗ് പൂളിൽ എൻജോയ് ചെയ്യുന്ന ഈ ഒരു വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഷിപ്പിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഒന്നാണ് വാട്ടർ ആക്ടിവിറ്റീസ്. ഏകദേശം 5-6 പൂളുണ്ട്. ജക്കൂസി, ചൂടുള്ള വെള്ളമുള്ള ജക്കൂസിയും സാധാരണ 2-3 പൂളും. പുറകിൽ വരികയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലോ റൈഡറുണ്ട്, അതുപോലെ തന്നെ സ്ലൈഡ്സ് 2-3 എണ്ണം ഉണ്ട്. അങ്ങനെ വാട്ടർ ആക്ടിവിറ്റീസ് കുറേ ഉണ്ട് ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം ഇന്ന് വൈകിട്ട് നമുക്ക് ഷിപ്പ് കുറച്ചുകൂടിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നൊരു റിലാക്സിങ് ആയിട്ടുള്ളൊരു ഡേ ആണ്. പ്രത്യേകിച്ച് മെക്സിക്കോയിലെ ഈ ചൂട് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്ന് പൂളിൽ ഇറങ്ങിയപ്പോൾ എന്താ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ ഒരു 5 ഡേ ക്രൂസിൽ ഇന്ന് 3ാമത്തെ ദിവസമാണ്. 3ാമത്തെ ദിവസം നമ്മൾ കോസ്മേൽ വന്നു. കോസ്മേൽ രാവിലെ വന്നത് എവിടെയാണ്. ഇപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഷിപ്പ് സെയിലിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഡേ 3 കോസ്മേൽ മെക്സിക്കോ. നമ്മുടെ ക്രൂസിങ്ങിൻ്റെ 5 ഡേയ്സിലെ 3ാമത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാൻ ഏകദേശം സമയമായി. പക്ഷേ ഡിന്നർ കഴിച്ചിട്ട് വേണം നമുക്ക് ഡേ വൈൻഡപ്പ് ചെയ്യാനായിട്ട്. ഇന്ന് നമ്മൾ മെക്സിക്കോയിലായിരുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഫുഡ് ഇന്ന് മെക്സിക്കൻ ഫുഡാണ്. അപ്പോൾ നമുക്ക് മെക്സിക്കൻ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ വിൻജാമർ ബഫറ്റിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഡേ 3 ഇപ്പം 7:29 PM മൺഡേ ഫെബ്രുവരി 10. കോസമേൽ മെക്സിക്കോ ആയിരുന്നു ഇന്ന്. ടുമോറോ മുഴുവൻ നമ്മൾ ക്രൂസിംഗ് ആണ്. അപ്കമിങ് ഇവൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ ഡെക്ക് 7-ലെ എല്ലാ കാര്യങ്ങളും ഡെക്ക് 7-ൽ വരുമ്പം ഇവിടെ അവൈലബിൾ ആണ്. കണ്ടോ ഗൈസ്, എൻ്റെ ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ് ക്രൂസിങ്. വളരെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു വേടി പറയുകയാണെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ അടുത്ത എക്സ്പീരിയൻസ് ക്രൂസിങ്ങിൻ്റെ ഏതാണ്, അടുത്ത ഷിപ്പ് ഏതാണെന്ന് ഞാൻ ആലോചിച്ച് തുടങ്ങിക്കഴിഞ്ഞു. ഈ റോയൽ കരീബിയന് തന്നെ പല വെസൽസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഉള്ളത് വോയേജർ ഓഫ് ദ സീസ് ആണ്. ഇനി മൈക്കോൺ ഓഫ് ദ സീസ് എന്ന് പറഞ്ഞ വലിയൊരു വെസലുണ്ട്. അതുപോലെ റേഡിയൻസ് ഓഫ് ദ സീസ് നമ്മളിന്ന് കണ്ടില്ലേ, അതുപോലത്തെ കുറേ എണ്ണമുണ്ട്. അപ്പോൾ ഇതെല്ലാം പല ഷിപ്പുകളാണ്. ആ ഷിപ്പുകളിലെ എല്ലാ എക്സ്പീരിയൻസൊക്കെ അറിയുവാണെങ്കിൽ എന്ത് രസമായിരിക്കും. ഇത് ചില ആൾക്കാർക്ക് ഇത് വളരെ ഒരു അവർ വർഷത്തിൽ 10-20 പ്രാവശ്യം ചെയ്യുന്നൊരു പരിപാടിയാണ്. എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഇത് ക്രൂസിൻ്റെ അകത്താണെങ്കിലും ഇത് നമ്മുടെ ഡേ ടു ഡേ നമ്മൾ പുറത്ത് കാണുന്ന മോൾ പോലെയും മോളൊക്കെ പോലെ റെസ്റ്റോറൻറ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. ഒന്നും ചെയ്യണ്ട, ശരിക്കും പറഞ്ഞാൽ തോന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യണ്ട. ഗൈസ്, ഇത് കണ്ടോ, നമ്മൾ റൂമിൽ വന്നപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഡെഡ്സൺ ചേട്ടൻ എക്സിക്യൂട്ടീവ് സൂസ് ഷെഫാണ്, മലയാളിയാണ്. അപ്പോൾ ആ ചേട്ടൻ നമുക്ക് ഒരു കോംപ്ലിമെന്റ് അയച്ചിട്ടുണ്ട്. അടിപൊളി. വാച്ച് ഇഷ്ടമായ വാച്ചേ? ഡെഡ്സൺ ചേട്ടൻ താങ്ക്സ് പറഞ്ഞേ. ഓക്കെ. നമ്മുടെ മലയാളികളെ അറിയുന്നതുകൊണ്ട് പല ഗുണങ്ങളാണ്. അതിലൊന്ന് വേണ്ട, വീണ്ടും ഡെഡ്സൺ ചേട്ടൻ നമ്മളെ അറിയാവുന്നത് കൊണ്ട് നമുക്ക് സ്പെഷ്യലായിട്ട് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. താങ്ക്സ് ടു ഡെഡ്സൺ ചേട്ടൻ അഗെയിൻ. ഡെഡ്സൺ ചേട്ടൻ നമ്മളെ സ്നേഹിച്ചു കൊല്ലുകയാണെന്ന്. ഡെഡ്സൺ ചേട്ടനൊരു വലിയ താങ്ക്സ്. ഇന്നത്തെ ക്യുസിൻ എന്ന് പറഞ്ഞാൽ മെക്സിക്കൻ ക്യുസീനാണ്. അപ്പം ഇതിൽ വരുന്നത് ടാക്കോസ്, അതുപോലെ നാച്ചോസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. ബൊറീറ്റോ ഉണ്ട്, ടൊമാറ്റോ റൈസ് ആണെന്ന് തോന്നുന്നു അവിടെ. ഇവിടെ വളരെ വലിയൊരു ലൈനാണ്. നാച്ചോസ് ആണ്, ചൂട് ചീസൊക്കെ ഉരുകി കിടക്കുന്നുണ്ടോ, അടിപൊളി.
ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാൽമൺ സെവിച്ചെ, അതുപോലെ ഡെസേർട്ട് ഓപ്ഷൻസ്. ദ മെക്സിക്കൻ സൈഡ് ഓഫ് ദ ഡെസേർട്ട്സ് ആണെന്ന് തോന്നുന്നു. ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മെക്സിക്കൻ സാധനങ്ങളാണ്. ഗൈസ്, എല്ലാ ദിവസമൊക്കെ കുറേ കാര്യങ്ങളൊക്കെ സെയിം ആണ് കണ്ടില്ലേ. ഇതൊക്കെ ഏകദേശം സെയിം ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് മെക്സിക്കൻ ബീഫ് സ്റ്റൂ, അതുപോലെ ഗ്രിൽഡ് ചിക്കൻ ബ്രോസ്റ്റ്, പിന്നെ ഡെസേർട്ട് ഐറ്റങ്ങൾ. ഇതെല്ലാം ഏകദേശം സെയിമാണ്. നമ്മൾ എല്ലാ ദിവസവും കണ്ട കുറേ സാധനങ്ങളാണ്. അപ്പം നമ്മുടെ സെക്കൻഡ് അഡ്വഞ്ചറസ് പ്ലേറ്റാണ്. ബട്ടർ പനീർ എടുത്തു, അതുപോലെ ബട്ടർ ചിക്കൻ എടുത്തു, അതുപോലെ നെക്സ്റ്റ് ചേട്ടൻ തന്ന ചിക്കൻ 65ഉം റൈസും പപ്പടവും ഒക്കെ കൂടി ഒരു കേരള സ്റ്റൈൽ മീലിൽ നമുക്ക് എൻഡ് ചെയ്യാമെന്ന്. ഡെസേർട്ട്, അത് കഴിഞ്ഞ് ഡെസേർട്ടും കൂടെ. അത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ദിവസം സെറ്റായി, ഡേ 3. സ്കൈലൈറ്റ് ചാപ്പൽ. ഇവിടെ ഒരു ചാപ്പലും ഉണ്ട് കേട്ടോ. അതെ, ഇത് വന്ന് എക്സ്പ്ലോർ ചെയ്തില്ല. പള്ളിയാ. അമ്മയ്ക്ക് വന്ന് പ്രാർത്ഥിക്കാനും ഇടയ്ക്ക് വന്നിരുന്നു. ഇവിടെ മാസൊക്കെ ഉണ്ട്. ഇവിടെയൊന്നും ആരും വരത്തില്ലായിരിക്കും അല്ലേ? കണ്ടിട്ട് ഇവിടെയൊന്നും തിരക്കേ ഇല്ല. മൈക്ക, ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഗ്രഹാം ജോൺസ്, സൂസൻ, 7 days of creation tapestry. എന്ത് രസമല്ലേ, എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാ പടം എടുക്കണ്ടേ? ഹായ്, നമസ്കാരം. എല്ലാവർക്കും എക്സിക്യൂട്ടീവ് മലയാളി എന്ന ചാനലിലേക്ക് എക്സിക്യൂട്ടീവ് മലയാളി എന്ന ചാനലിലേക്ക് സ്വാഗതം. എനിക്കിന്ന് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, സബ്സ്ക്രൈബ് അടിക്കണം, എല്ലാവരും സബ്സ്ക്രൈബ് അടിക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. അമ്മയ്ക്ക് ഇവിടെ വന്നിരിക്കാമല്ലോ ഇടയ്ക്ക്. ഇനിയും ബൈബിളുമായിട്ടൊക്കെ വന്ന ആളാണ്. അപ്പോൾ മേളിലോട്ട് ചാപ്പൽ. ഇവിടെ ഇസൂമി എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത് നമുക്ക് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. അതുപോലെ എനിക്ക് തോന്നുന്നത് ആർട്ടിൻ്റെ ഒരു ഏരിയ ആണ്. ഇതുണ്ട്, കുറേ ആർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും വേറെ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഓരോ മെമ്പേഴ്സിനും പല പല ആക്സസ്സുകളുണ്ട്. അതുപോലെ ഏരിയകളൊക്കെയാണ്. ചാപ്പലാണ് ആക്ച്വലി ഈ ഒരു ബോട്ടിൻ്റെ ഏറ്റവും മുകളിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡേ 3 വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഡേ 3ൽ നമ്മൾ മെക്സിക്കോയിൽ വന്ന് മെക്സിക്കോയിൽ രാവിലെ ഷിപ്പിൽ നിന്ന് ഇറങ്ങി അവിടെ പോയി മെക്സിക്കോയിലെ കുറേ കാഴ്ചകളും ഒക്കെ കണ്ടു. അതിനുശേഷം ഷിപ്പിൽ വന്നു, ഷിപ്പിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഇതെല്ലാം ആയിരുന്നു ഈ ഒരു ഡേ 3ലെ 2-3 എപ്പിസോഡ്സിൽ നിങ്ങൾ കണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ കുറേ എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ്സ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ എപ്പിസോഡ്സ് എല്ലാം പോയി കാണുക. രാത്രി ഇന്നിപ്പോൾ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്ന് ഒരു സിനിമ കണ്ട് ഈ ഒരു ദിവസം വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളത്തെ ദിവസം മുഴുവൻ നമ്മൾ ക്രൂസിങ് ആയിരിക്കും. പിന്നെ നമ്മൾ കോക്കോക്കെ എന്ന് പറഞ്ഞ ഒരു ബഹാമാസിലെ ഒരു ഐലൻഡാണ്. ഈ ഒരു ഐലൻഡിൽ ചെന്ന് അവിടുത്തെ കുറേ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു അടുത്ത വീഡിയോസിലൂടെ നിങ്ങൾ കാണും. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് അടിച്ചിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് അടിക്കുക. താങ്ക് യു ഗൈസ്. അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.